നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചേതൻ കുമാർ മീണ കോട്ടയം കളക്ടറായി ചുമതലയേറ്റു. ചരിത്ര പ്രാധാന്യമുള്ള കോട്ടയത്ത് സേവനമനുഷ്ഠിക്കാൻ അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന പുതിയ കളക്ടർ. പാല ഈരാറ്റുപേട്ട റോഡിൽ ഇന്നുണ്ടായത് 2 വാഹനാപകടങ്ങൾ. അരുവിത്ര കോളേജ് പടിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ റബ്ബർ തോട്ടത്തിലേക്ക് ഇടിച്ചു കയറി. കാറിലുണ്ടായിരുന്ന എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്ക് പരിക്ക്. അമ്പാറയിൽ പിക്കപ്പ് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞ് ഒരാൾക്ക് പരിക്ക്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ വ്യാപക പ്രതിഷേധം. വിവിധയിടങ്ങളിൽ കോൺഗ്രസ് പ്രതിഷേധം. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ജലജീവൻ മിഷൻ പ്രവർത്തനങ്ങളുടെ പേരിൽ വൻ അഴിമതിയെന്ന് പരാതി. പൈപ്പുകൾ വേണ്ടത്ര ആഴത്തിൽ സ്ഥാപിക്കുന്നില്ലെന്ന് ആക്ഷേപം. കരാറുകാരൻ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല. അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ആക്ഷേപം. വാർത്തകൾ വിശദമായി. ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള കോട്ടയത്ത് സേവനമനുഷ്ഠിക്കാൻ അവസരം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ജില്ലാ കളക്ടറായി ചുമതലയേറ്റ ചേതൻ കുമാർ മീണ. കോട്ടയത്തിന്റെ വികസനം സംബന്ധിച്ച് സമഗ്രമായ പഠനം നടത്തി കർമ്മപദ്ധതി രൂപീകരിക്കും. വിനോദസഞ്ചാര മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട് ഇവിടെ. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള രാജസ്ഥാനിൽ നിന്ന് വരുന്ന തനിക്ക് രണ്ടിടത്തെയും ടൂറിസം രീതികളിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് അറിയാം. രാജസ്ഥാനിൽ നിന്ന് ധാരാളം ആളുകൾ വിനോദസഞ്ചാരത്തിനായി എത്തുന്ന സ്ഥലമാണ് കുമരകം ഉൾപ്പെടെയുള്ളവ. ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയ സന്തോഷമാണ് ഉള്ളതെന്നും ചേതൻ കുമാർ മീണ പറഞ്ഞു. സോ അവിടെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് അസൈൻമെൻറ്റ് ഞാൻ നോക്കിയിരുന്നു. ആൻഡ് ഈ കോട്ടയം സംബന്ധിച്ച് ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ കോട്ടയത്തിൻ്റെ ഏത് ഇഷ്യൂസാണ് അത് ഞാൻ വിശദമായിട്ട് പഠിപ്പിക്കും. ഈ എൻ്റെ ടീമുണ്ട്, ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ഈ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവികളുണ്ട്. അദ്ദേഹം വിളിച്ചിട്ട് ഞാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എന്ത് ഇഷ്യൂ ആണ്, ജനങ്ങളിൻ്റെ ഈ പൊതുജനങ്ങളിൻ്റെ എന്ത് ഇഷ്യൂ ആണ് അത് പഠിപ്പിക്കും. ആൻഡ് ഈ കാര്യം മനസ്സിലാക്കാൻ ശേഷം ഒരു ആക്ഷൻ പ്ലാൻ നമുക്ക് തയ്യാറാക്കും. ആൻഡ് ഒബ്വിയസ്ലി ഈ കാര്യത്തിൽ നമ്മുടെ ഈ ജനപ്രതിനിധികൾ, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ ഇതിൻ്റെ എല്ലാ ഹെൽപ്പിനെയാണ് ഐ വിൽ ആസ്ക്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഈ പ്രയോറിറ്റി പ്രോജക്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സ്കീമുണ്ട്. സോ അതിൽ എൻ്റെ ഈ ഫോക്കസ് ആവും. പാല ഈരാറ്റുപേട്ട റൂട്ടിൽ ഇന്നുണ്ടായത് 2 വാഹനാപകടങ്ങൾ. രാവിലെ 10:30 അമ്പാറയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ മറിഞ്ഞ് ഈരാറ്റുപേട്ട തെക്കേക്കര സ്വദേശി ആമിന് ഗുരുതര പരിക്കേറ്റു. വാഹനത്തിന്റെ അടിയിൽപ്പെട്ടുപോയ ആമിനെ നാട്ടുകാരും മറ്റു വാഹനങ്ങളിൽ എത്തിയ യാത്രക്കാരും ചേർന്ന് പിക്കപ്പ് ഉയർത്തി ആശുപത്രിയിലേക്ക് മാറ്റി. ഉച്ചകഴിഞ്ഞ് 2 മണിയോടെ ഈരാറ്റുപേട്ട 6-ാം മൈലിൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് ഇടിച്ചു കയറി. കാർ യാത്രക്കാർക്ക് നിസാര പരിക്കേറ്റു. വാഹനങ്ങളുടെ അമിത വേഗതയാണ് അപകടങ്ങളുടെ പ്രധാന കാരണം. മഴക്കാലമായതോടെ അമിത വേഗതയിൽ എത്തുന്ന വാഹനങ്ങൾ ബ്രേക്കിടുമ്പോൾ നിയന്ത്രണം നഷ്ടമാകുന്നത് പതിവാവുകയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പാല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. എൻ സുരേഷ്, പ്രൊഫസർ സതീഷ് ചൊള്ളാനി, സന്തോഷ് മണർകാട്, സാബു അബ്രഹാം, ബിജോയ് അബ്രഹാം, ആനി ബിജോയ്, മാത്യു അരീക്കൽ, റെജി തലക്കുളം തുടങ്ങിയവർ നേതൃത്വം നൽകി. പൂർവമായ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന BJP സർക്കാരുകൾ നടത്തുന്ന വോട്ട് കൊള്ള, ആ വോട്ട് കൊള്ളക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പ്രകടനം നയിച്ചു. പാർലമെന്റിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്കാണ് 2 കിലോമീറ്റർ ദൂരം. 300ഓളം MP-മാർ, രാജ്യസഭയിലും ലോകസഭയിലുമുള്ള 300 MP-മാർ പങ്കെടുത്ത വലിയൊരു പ്രകടനമായിരുന്നു. പക്ഷേ ആ പ്രകടനത്തെ എല്ലാം BJP സർക്കാർ അതിക്രൂരമായിട്ടാണ് നേരിട്ടത്. നമ്മൾ വാട്സാപ്പിൽ കണ്ടതാണ്, ടിവിയിൽ കണ്ടതാണ്, പത്രങ്ങളിലെല്ലാം വാർത്തകൾ കണ്ടതാണ്. അതിക്രൂരമായ നടപടിയെടുക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കുന്ന, ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന നയത്തിനെതിരെ ഞാൻ നടത്തുന്ന പോരാട്ടമാണ് ഇത് എന്നാണ്.
വാസ്തവത്തിലല്ലേ ശരി. ഈ പോരാട്ടത്തിന് പിന്നിൽ ഇന്ത്യയിലെ മുഴുവനും ജനാധിപത്യ വിശ്വാസികളും കോൺഗ്രസും അണിനിരക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ വ്യാപക പ്രതിഷേധം. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലയോലപ്പറമ്പിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിലും പ്രതിഷേധ അഗ്നിയിലും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. രാജ്യവ്യാപകമായി വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തി ജനാധിപത്യത്തെ അട്ടിമറിച്ച് അധികാരത്തിൽ തുടരുന്ന നരേന്ദ്രമോദി സർക്കാരിനെ പുറത്താക്കും വരെ രാജ്യവ്യാപകമായി കോൺഗ്രസ് നടത്തുന്ന രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MK ഷിബു പറഞ്ഞു. തലയോലപ്പറമ്പ് സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിനും പ്രതിഷേധാഗ്നിക്കും ബ്ലോക്ക് പ്രസിഡന്റ് MK ഷിബു, വിജയമ്മ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകർ പ്രകടനമായി തലയോലപ്പറമ്പ് പള്ളിക്കവല പള്ളി റോഡ് വഴി മാർക്കറ്റ് വഴി സെൻട്രൽ ജംഗ്ഷനിൽ എത്തിച്ചേർന്ന പ്രകടനത്തിന് KJ സണ്ണി, മോഹൻ K തോട്ടുപുറം, കുമാരി കരുണാകരൻ, ജെസി വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നേരിയ ഭൂരിപക്ഷത്തിന് നമുക്ക് അധികാരം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ആ അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷനെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയ കൃത്രിമമായ വോട്ടർ പട്ടികയുടെ പരിഷ്കരണം അത് ഈ രാജ്യത്തെ ജനങ്ങളെയാകെ വഞ്ചിക്കുന്നതിലേക്ക്, ഈ രാജ്യത്തെ ജനങ്ങളെയാകെ തകർക്കുന്ന രീതിയിലേക്ക് ആണ് ഇഷ്ടപ്പെട്ടത്. ഇവർക്കെന്ത് ജനാധിപത്യം, ഇവർക്കെന്ത് ഈ രാജ്യത്തോട് സ്നേഹം, ഇവർക്ക് എന്ത് വോട്ട്, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. അവർക്കുള്ളത് അവരുടെ വർഗീയത, അവരുടെ ജാതി, അവരുടെ മതം, അവരുടെ അധികാരം എന്നതിനപ്പുറത്ത് ഈ രാജ്യത്തോട്, ഈ രാജ്യത്തെ ജനങ്ങളോട്, ഈ രാജ്യത്തുണ്ടായ ജനാധിപത്യത്തോട്, ഈ രാജ്യത്തുണ്ടായ സ്വാതന്ത്ര്യത്തോട് ഒരു പങ്കും വഹിക്കാത്ത നരേന്ദ്രമോദിയുടെ ഭരണകൂടം ഈ രാജ്യത്തെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശം അട്ടിമറിക്കുമ്പോൾ ഇവിടുത്തെ ജനാധിപത്യം സംരക്ഷിക്കണമെന്നും ജനാധിപത്യ അവകാശം സംരക്ഷിക്കണമെന്നും വോട്ടർ പട്ടിക ശുചീകരിക്കണമെന്നും കൃത്യമായി തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ആവശ്യപ്പെട്ടത്. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനം DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറിമാരായ NI ബെന്നി, VE താജുദ്ദീൻ, PS ചന്ദ്രശേഖരൻ പിള്ള, ജോസ് ഓലിയിൽ, KG സജിമോൻ, അഡ്വക്കേറ്റ് സണ്ണി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ ബിജോയ് ജോൺ, AK സുഭാഷ് കുമാർ, മാർട്ടിൻ ജോസഫ്, KM ജോസഫ്, TL അക്ബർ തുടങ്ങിയവർ നേതൃത്വം നൽകി. എട്ട് വർഷക്കാലം ജവഹർലാൽ നെഹ്റു കിടന്ന സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ജയിലിൽ കിടന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചത് ഈ രാജ്യത്തിന് വേണ്ടിയാണ്. രാജീവ് ഗാന്ധി മരിച്ചു വീണത് ഈ രാജ്യത്തിനുള്ളിൽ മറ്റൊരു രാഷ്ട്രം കെട്ടിപ്പിടിക്കാനുണ്ടായ ആ ശ്രീലങ്കൻ സമരക്കാരുടെ അവരുടെ രക്തദാഹികളായ അവർക്ക് വേണ്ടിയായിരുന്നു. ഈ രാജ്യത്തിന് വേണ്ടി മരിച്ച 1948 ജനുവരി മാസം 30-ാം തീയതി അധികാരത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടിയിട്ടും തനിക്ക് അധികാരം വേണ്ട എന്ന് പറഞ്ഞ് മാറി നിന്ന മഹാത്മജിയുടെ രക്തമിക മണ്ണാണിത്. ആ മഹാത്മജിയെ വെടിവെച്ച് കൊന്ന നാഥുറാം ഗോഡ്സെയുടെ രക്തം അവിടെ ചാരം വെച്ച് പൂജിച്ച് ആരാധിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി, ബജരംഗ് ദള്, RSS ആ ബജരംഗ് ദളിന്റെ നേതാവിന് വേണ്ടി അമ്പലം പണിയുകയും അവിടെ വെച്ച് ആരാധിക്കുകയും ചെയ്യുന്ന വിരോധാഭാസം നടക്കുന്ന ഇന്ത്യയുടെ മണ്ണിൽ ഇനി അവർക്ക് സ്ഥാനമില്ല എന്ന് തെളിയിക്കുന്ന രോഷ പ്രകടനമാണ് ആശയദിഹിമാതിരം ഇന്ത്യ രാജ്യം ഇന്ന് ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമരം നമ്മൾ മുൻപോട്ട് പോകും. ഇന്ത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി ഇപ്പോൾ മുൻപോട്ട് വരികയാണ്. ഈ സംഘശക്തികളുടെ മുൻപിൽ നമുക്ക് ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകാം. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലും ജലജീവൻ മിഷൻ പ്രവർത്തനങ്ങളുടെ പേരിൽ വൻ അഴിമതി. റോഡ് വക്കിൽ പൈപ്പ് സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് വൻ അഴിമതി നടക്കുന്നത്. വേണ്ടത്ര ആഴത്തിൽ പൈപ്പുകൾ സ്ഥാപിക്കാതെയും ട്രെഞ്ച് വെട്ടിയ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യുന്നതിലും കരാറുകാരൻ മാനദണ്ഡങ്ങൾ പാലിക്കാത്തപ്പോഴും ജലസേചന വകുപ്പ് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന ജൽജീവൻ മിഷൻ ശുദ്ധജല വിതരണ പദ്ധതിയുടെ നടത്തിപ്പിൽ ജില്ലയിൽ ആകമാനം വ്യാപകമായ ക്രമക്കേടുകളാണ് ഉയരുന്നത്. പൈപ്പ് സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ജലവിഭവ വകുപ്പിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരും എത്താറില്ല. റോഡിൽ വേണ്ടത്ര ആഴത്തിൽ ട്രെഞ്ച് സ്ഥാപിക്കാറില്ലെന്നതാണ് മറ്റൊരു വിഷയം. 1 മീറ്റർ ആഴത്തിൽ പ്രധാന പൈപ്പുകൾ ഇടണമെന്നും റോഡ് മുറിച്ച് സ്ഥാപിക്കുന്ന വിതരണ പൈപ്പുകൾ 2 അടി ആഴത്തിൽ സ്ഥാപിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. റോഡ് പൊളിച്ച ഭാഗങ്ങൾ 15 സെന്റിമീറ്റർ കനത്തിൽ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പുവരുത്തണം. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ വാകച്ചുവട് മേഖലയിൽ നടക്കുന്ന പണികളിൽ വ്യാപക ക്രമക്കേട് ഉന്നയിച്ച് നാട്ടുകാർ രംഗത്ത് വന്നിരിക്കുകയാണ്. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ കഞ്ഞിക്കുഴിയിൽ നിന്നും അമ്പലക്കോലേക്കുള്ള റോഡ് വാട്ടർ അതോറിറ്റിയുടെ വെള്ളത്തിന് വേണ്ടി കണക്ഷൻ കൊടുക്കുന്ന കുറച്ച് പൈപ്പുകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ വീടുകളിലേക്കും റോഡ് മുറിച്ച് കടത്തി പൈപ്പ് കണക്ട് ചെയ്യുന്നുണ്ട്. അത് ചുമ്മാ മണ്ണിൻ്റെ മുകളിൽ കൂടെ കോൺക്രീറ്റ് എന്ന് പറയാനില്ല, ഇതുപോലെയുള്ള ഈ പാറപ്പൊടി കൊണ്ടുവന്നിട്ട് ആണ് ചെയ്യുന്നത്. അത് 1 സെൻറ്റിമീറ്റർ കനം പോലുമില്ല. കാരണം ഒരു 100 വീട്ടിലേക്ക് മുറിച്ച് കടത്തി കഴിയുമ്പം മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഈ റോഡ് കുളമായി പോകും. അതുപോലെ തന്നെ സൈഡ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ കനം വേണം. 15 സെൻറ്റിമീറ്റർ കനം വേണ്ടടുത്ത് 5 സെൻറ്റിമീറ്റർ പോലും ഇല്ല. അതുകൊണ്ട് ഈ റോഡ് വാട്ടർ അതോറിറ്റിയുടെ ജനങ്ങൾക്ക് വെള്ളം കിട്ടണം, ഇത് പദ്ധതി നല്ല രീതിയിൽ പോകണമെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ എറണാകുളത്ത് ഒരു കോൺട്രാക്ടറാണെന്ന് അറിയാൻ പറ്റിയത്, ഇത് മാനേജറില്ല, കുറേ ഭായിമാർ വരുന്നു, രാവിലെ വരുന്നു, വർക്ക് ചെയ്യുന്നു, അവർ പോകുന്നു. അവരോട് ചോദിക്കുമ്പോൾ ഹിന്ദി അറിയില്ലാത്തതുകൊണ്ട് ഇവിടെയുള്ള നാട്ടുകാർ പൊട്ടന്മാരാകുന്നു. ഇപ്പം എനിക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറയുകയാണ്, മാനേജറെ വിളിച്ചു വരുത്തി. മാനേജർ അപ്പോൾ അവർ പറയുന്നത് ഇതാണ് അവർക്ക് കിട്ടിയേക്കുന്ന എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു. എസ്റ്റിമേറ്റ് നോക്കി ഇത് മൊത്തം പാറപ്പൊടിയാണ്. അതുകൊണ്ട് ഈ റോഡ് കോൺക്രീറ്റ് ഈ വെട്ടിമുടിക്കുന്ന റോഡ് പഞ്ചായത്തിൻ്റെ റോഡാണ്. അതുപോലെ തന്നെ അറിയാൻ കഴിഞ്ഞത്, ഇത് പഞ്ചായത്തിൻ്റെ ഒരു പോർട്ടലിൽ കയറി പൈസ അടച്ചിട്ട് വേണം ഈ റോഡ് മുറിക്കാൻ. നമ്മുടെ സാധാരണക്കാരായ ഒരു ജനം ഒരു പൈപ്പ് കണക്ഷൻ എടുക്കണമെങ്കിൽ പഞ്ചായത്തിൽ പോയി പൈസ അടച്ചതിന് ശേഷം സാക്ഷ്യം കിട്ടുള്ളൂ. ഇതങ്ങനെ ഒന്നുമില്ല. ഇത് വരുന്നു, മുറിക്കുന്നു, പോകുന്നു. അതുകൊണ്ട് അത് സുഗമ എന്ന പോർട്ടലിൽ കയറി ഇത് രജിസ്റ്റർ ചെയ്ത് പൈസ അടയ്ക്കണം. പക്ഷേ ഈ റോഡ് മുറിക്കുമ്പം അത് കൃത്യമായ രീതിയിൽ അതിൻ്റെ അളവ് ഒരു 15 സെൻറ്റിമീറ്ററിലും കോൺക്രീറ്റ് ചെയ്ത് നല്ല രീതിയിലാക്കണമെന്ന് മാത്രം നമുക്ക് പറയാനുള്ളൂ. പ്രധാന പൈപ്പുകൾ ഇടുന്നത് പലയിടത്തും 1.5 അടി മാത്രം ആഴത്തിലാണെന്നും റോഡ് മുറിച്ചിടുന്ന വിതരണ പൈപ്പുകൾ 20 സെന്റിമീറ്റർ പോലും താഴ്ത്തിയിടാത്തതുമൂലം പൈപ്പുകൾ എളുപ്പം തകരാറാകുവാനുള്ള സാധ്യതയും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. 5 സെന്റിമീറ്റർ മാത്രം ഘനത്തിൽ കോൺക്രീറ്റ് ചെയ്ത കരാറുകാരൻ സ്വന്തം ലാഭം മാത്രം കണ്ട് പ്രവർത്തിക്കുമ്പോൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും ഗ്രാമപഞ്ചായത്ത് അധികൃതരും ക്രമക്കേടിന് കൂട്ടുനിൽക്കുകയാണെന്നുമുള്ള ആക്ഷേപമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. വർദ്ധിച്ചുവരുന്ന മുക്കുപണ്ട മാഫിയയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ ചങ്ങനാശ്ശേരി താലൂക്ക് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് സമ്മേളനവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്തു. അടുത്ത കാലത്തായി കേരളത്തിൽ പല സ്ഥലങ്ങളിലായി വ്യാജ ഉരുപ്പടികൾ പണയവസ്തുവാക്കി പണം തട്ടുന്ന മാഫിയ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി. നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് പലപ്പോഴും നീതി ലഭിക്കാൻ കാലതാമസം ഏറെയാണെന്നും ഈ സാഹചര്യത്തിൽ മൂക്കുപണ്ട തട്ടിപ്പിനെതിരെ നിയമവും ശിക്ഷാ നടപടികളും കർശനമാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനവും കുടുംബസംഗമവും ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് സജിത് PM അധ്യക്ഷനായിരുന്നു. മൂക്കുപണ്ട മാഫിയക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാൻ നിയമനിർമ്മാണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം അദ്ദേഹം ചീഫ് വിപ്പിന് കൈമാറി. മുക്കുപണ്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ പല നിയമങ്ങളും, പ്രത്യേകിച്ച് മണി ലാൻഡേഴ്സ് ആക്ടൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് തയ്യാറാക്കിയ നിയമമാണ്. 58-ലെ നിയമമാണ്. 58-ലെ നിയമത്തിന്റെ സാഹചര്യത്തിൽ ഒരു പക്ഷേ അന്നുണ്ടാകുന്ന ഒരു നിയമം രൂപപ്പെടുന്നത് പലപ്പോഴും ആ നിയമം സൃഷ്ടിക്കപ്പെടുന്ന സമയത്തെ സാമൂഹ്യ സാഹചര്യങ്ങളുടെയും അന്നത്തെ വ്യവസ്ഥയ്ക്കുമൊക്കെ വിധേയമായിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ 58-ൽ ഒരു പക്ഷേ ഇത്തരം സാധ്യതകൾ അന്നത്തെ ആളുകൾ കുറെ കൂടി മര്യാദക്കാരായോണ്ടായിരിക്കാം. എങ്കിലും ഒരു പെനാൽറ്റി അതിനകത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു പെനാൽറ്റിയുടെ ഭാഗമായിട്ട് കേവലം 5000 രൂപയും 4 മാസത്തെ തടവും ഒക്കെ ആയിട്ടാണ് അതൊരു ഇത്തരം ഒരു വഞ്ചന കുറ്റത്തിന് ശിക്ഷ വായിക്കുന്നത്. പക്ഷെ ഇന്ന് കാലം മാറി, അതിന്റെ രീതികൾ മാറി. സ്വാഭാവികമായി തന്നെ കാലോചിതമായ മാറ്റങ്ങൾ ഏത് നിയമത്തിനകത്തും ആവശ്യമാണ്. അവിടെയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ തെറ്റ് കാണിക്കുന്നവൻ വീണ്ടും വീണ്ടും തെറ്റ് ആവർത്തിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത് സ്വാഭാവികമായി തന്നെ
നിയമത്തിനകത്ത് ഭേദഗതി ഉണ്ടാക്കി ഇത് മാറ്റം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ കാലോചിതമായ ഒരു ആവശ്യമാണ്. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗോപു, സംസ്ഥാന ട്രഷറർ ജയചന്ദ്രൻ മട്ടപ്പള്ളി, കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഡിക്സൺ പെരുമണ്ണിൽ, JSK ജാനകി വേഴ്സേഴ്സ് കേരള എന്ന സിനിമയുടെ സംവിധായകൻ പ്രവീൺ നാരായണൻ, അസോസിയേഷൻ കോട്ടയം താലൂക്ക് പ്രസിഡന്റ് ഗോപൻ നായർ, കാഞ്ഞിരപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് രഞ്ജിത്ത് P, വൈക്കം താലൂക്ക് പ്രസിഡന്റ് MJ ഫ്രാൻസിസ്, ചങ്ങനാശ്ശേരി താലൂക്ക് സെക്രട്ടറി ജോജിമോൻ മാത്യു എന്നിവർ പ്രസംഗിച്ചു. മുതിർന്ന അംഗങ്ങളെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും JSK ഡയറക്ടർ പ്രവീൺ നാരായണനെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. കഴിഞ്ഞ 20 വർഷമായി റേഷൻ കട നടത്തിവന്ന മുൻ വ്യാപാരിയെ മർദ്ദിച്ചതായി പരാതി. മുക്കൂട്ടതറ സ്വദേശി തായങ്കേരി വീട്ടിൽ സുനിൽ V ആണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മുക്കൂട്ടുതറ സ്വദേശി തായങ്കരി വീട്ടിൽ സുനിൽ V ആണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ 5 റേഷൻ കടകൾ നിയമവിരുദ്ധമായി നൽകിയെന്നും ഇതിനെതിരെ പരാതി നൽകിയിട്ടും അന്വേഷണം നടത്തുന്നില്ലെന്നും കാട്ടി വീണ്ടും പരാതി നൽകിയതിന് പിന്നാലെയാണ് തന്നെ ഒരാൾ യാതൊരു പ്രകോപനവും കൂടാതെ മർദ്ദിച്ചതെന്നും എരുമേലി മീഡിയ സെൻ്ററിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 8-ാം തീയതി വൈകിട്ട് 7:30 മുട്ടപ്പള്ളി 40 ഏക്കറിലുള്ള ബാർബർ ഷോപ്പിലെത്തി അവിടെ നിന്നവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ ഒരാൾ മർദ്ദിക്കുകയായിരുന്നുവെന്ന് സുനിൽ പറഞ്ഞു. സപ്ലൈ ഓഫീസർക്കെതിരെ പരാതി നൽകുമോ എന്ന് ചോദിച്ചായിരുന്നു മർദ്ദനമെന്നും സുനിൽ വ്യക്തമാക്കി. മർദ്ദനത്തെ തുടർന്ന് എരുമേലി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടുകയും നിയമവിരുദ്ധമായി റേഷൻ കട നൽകിയ ഒരാളിൻ്റെ ബന്ധുവാണ് തന്നെ മർദ്ദിച്ചതെന്നും ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ടും എരുമേലി പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നും സുനിൽ പറഞ്ഞു. 8-ാം തീയതി ഞാൻ ഒരു 7:30 മണിയായപ്പോൾ തന്നെ ഷേവ് ചെയ്യാനായിട്ട് 40 ഏക്കർ ബാർബർ ഷോപ്പ് കിടക്കുന്ന ബാർബർ ഷോപ്പ് അടഞ്ഞു കിടക്കുമല്ലായിരുന്നു. ഞാൻ വിളിക്കാൻ ഫോൺ നമ്പർ കുത്തി തന്നത് എന്നെ ഒന്ന് ഒരു ജോബിനുള്ള പേര് ആളെപ്പോലും അറിയത്തില്ല. ഞാൻ 2 പേരുമായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് ഒറ്റ അടിയായിരുന്നു എൻ്റെ ചെവിക്കൽ തീർത്ത്. അത് ഞാൻ അവിടെ നിന്ന് അവർ പിന്നെ പിടിച്ചു മാറ്റിക്കൊണ്ട് എല്ലാവരും പോവുകയും ചെയ്തു. എന്നെ വേറെ വണ്ടി കയറ്റി പ്രകാശ് പള്ളിക്കുളം എന്ന് പറഞ്ഞ മെമ്പർ എന്നെ വീട്ടിൽ കൊണ്ടാക്കുകയും ചെയ്തു. ഞാൻ കഴിഞ്ഞ് ആശുപത്രി അഡ്മിറ്റായി. ആശുപത്രിയിൽ നിന്ന് ഇൻറ്റിമേഷൻ കൊടുത്തു. അത് കൂടാതെ ഞാൻ പരാതി കൊടുത്തു. അത് ഇതുവരെ പോലീസ് കേസെടുക്കത്തുമില്ല. എന്നോട് ഒത്തുതീർപ്പ് ഞാൻ പറഞ്ഞു ഒരു അടിച്ചിട്ട് തിരിച്ചടിച്ചിട്ട് എന്നെ ഒത്തുതീർപ്പാക്കാൻ പറ്റുമായിരുന്നു. ഈ TSOയ്ക്കെതിരെ ഞാൻ പരാതി കൊടുക്കൂടാന്ന് ചോദിച്ചാൽ എന്നെ അടിച്ചത്. ചെവിക്കല്ലടിച്ച് പൊട്ടിച്ചാൽ ഒരു കാരണവും ഇല്ലാതെ ഞാൻ അറിയത്ത് പോലും ഇല്ലാത്ത ആളാണ് എബി എന്ന് പറഞ്ഞ. അത് പോലീസ് ഇതുവരെ ഇത്രയും ദിവസം 8-ാം തീയതി നടന്ന സംഭവമാണ്. 13 ആ പോലീസ് കേസെടുക്കത്തുമില്ല, ഒന്നുമില്ല. അവർ വിളിപ്പിക്കത്തുമില്ല, ഒന്നുമില്ല. പിന്നെ ഈ താലൂക്ക് സപ്ലൈ ഓഫീസർക്കെതിരെ അല്ല ഞാൻ പരാതി കൊടുത്തത്. ഈ SC/STക്ക് കൊടുക്കേണ്ട 5 കടകൾ ഇവർ വ്യാജരേഖ ഉണ്ടാക്കി 5 കടകൾ കൊടുത്തു. അതിനെതിരെ പരാതി കൊടുത്തത് 3 മാസം ആ പരാതി കൊടുത്ത് ആ പരാതി മുക്കി വെച്ചുകൊണ്ടിരിക്കുക. ആ പരാതി ഞാൻ പിൻവലിക്കാൻ വേണ്ടിയാണ് ഈ TSO ആണ് അഭിജിത്ത് എന്ന് പറഞ്ഞ കാഞ്ഞിരപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസറാണ് ഈ ഒരു കടക്കാർ ഈ കൊടുത്ത അനധികൃതമായിട്ട് കൊടുത്ത കടയുടെ അവരുടെ ആളുകളെയാണ് എന്നെ വന്ന് അടിച്ചത്. 5 കടയാണ് കൊടുത്തത്. വനിതാ സംഭരണമായിരുന്ന കട പോലെ ഇവിടെ ഏതാണ്ട് 88 കണ്ണിമര അത് കൊടുത്തു. പിന്നെ ഈ 123 നമ്പർ കടയിലിരുന്ന ആശയം അവർ 2017 ഈ കാഞ്ഞിരപ്പള്ളി താലൂക്ക് വരുന്നത് ആശാമോൾ ജോസഫ് ആ ആളുടെ അത് വ്യാജരേഖ ഉണ്ടാക്കി 10 കൊല്ലം സർവീസുള്ള സെയിൽസ്മാൻമാർ കട കൊടുക്കാൻ ഓർഡർ വന്നപ്പം 16 കൊല്ലത്തെ പഴയ ഇത് വെച്ച് വ്യാജരേഖ ഉണ്ടാക്കിയാണ് ഈ കട ഈ 5 കട 131 ജിൻസി B 45 മുണ്ടക്കയം അത് ടീച്ചറാണ്. ഒരു ടീച്ചർ അവർക്ക് പിന്നെ 109 അതും ടീച്ചറാണ്. 5 കടകൾ ഇങ്ങനെ പരാതി കൊടുത്തിട്ട് അവരുടെ പരാതി മുക്കി വെച്ചുകൊണ്ടിരിക്കുക. പരാതി ഞാൻ വ്യാജ പരാതി കൊടുത്തെങ്കിൽ എൻ്റെ പേര് കേസെടുക്കണ്ടേ? ഹൃദ്രോഗിയായ തന്നെ മർദ്ദിച്ച ആളെ കണ്ടാൽ അറിയാമെന്നും അയാൾക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും അല്ലെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നും സുനിൽ പറഞ്ഞു. സർക്കാർ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയും വ്യാജരേഖകൾ ഉണ്ടാക്കിയുമാണ് 5 റേഷൻ കടകൾക്കും അനുമതി നൽകിയതെന്നും ഇതിനെതിരെ താൻ നൽകിയ പരാതി അന്വേഷിക്കാൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നും സുനിൽ പറഞ്ഞു.
താൻ നൽകിയത് വ്യാജ പരാതിയാണെങ്കിൽ തനിക്കെതിരെ കേസെടുക്കണമെന്നും അല്ലെങ്കിൽ താൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കണമെന്നും സുനിൽ ആവശ്യപ്പെട്ടു. 5 റേഷൻ കടകൾ നടത്താൻ നൽകിയ സംഭവത്തിൽ ഗുരുതരമായ ആക്ഷേപമാണ് സുനിൽ ഉന്നയിച്ചിരിക്കുന്നത്. വകുപ്പ് മന്ത്രിയെപ്പോലും തെറ്റിദ്ധരിപ്പിച്ചാണ് ചിലർക്ക് റേഷൻ കട നൽകിയതെന്നും വസ്തുനിഷ്ഠമായി അന്വേഷണം നടത്തിയാൽ 5 കടകളും സസ്പെൻഡ് ചെയ്യേണ്ടി വരുമെന്നും ഇതിനായി കോടതിയെ സമീപിക്കേണ്ടി വന്നാൽ അതിനും തയ്യാറാകുമെന്നും സുനിൽ പറഞ്ഞു. ദൃശ്യ ന്യൂസ്, എരുമേലി. വ്യൂ പോയിന്റുകളാൽ നിറഞ്ഞ ഒരു മിനി ഗ്യാപ് റോഡുണ്ട് കോട്ടയം ഇടുക്കി ജില്ലാ അതിർത്തിയിൽ. ദേശീയപാത 183-ൽ ഇടുക്കി ജില്ലയിലെ 35-ാം മൈലിൽ നിന്ന് ബോയ്സ് എസ്റ്റേറ്റ്, കൊക്കയാർ, കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ, കാവാലി വഴി ചോലത്തടം റോഡ്, കാവാലി വ്യൂ പോയിന്റ് അടക്കം കാഴ്ചകൾ നിരവധിയാണ് ഈ വഴിയിൽ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ബോഡിമെട്ട് റോഡിൽ മൂന്നാറിൽ നിന്ന് 13 കിലോമീറ്റർ അകലെ ദേവികുളത്തിനും പെരിയ കനാലിനും ഇടയിലുള്ള മൂന്നാർ ഗ്യാപ് റോഡ് തേയിലത്തോട്ടങ്ങളും വ്യൂ പോയിന്റുകളും നിറഞ്ഞതാണ്. ഇതുപോലെ കാഴ്ചകൾ നൽകുന്ന ഒരു റോഡ് കോട്ടയം ഇടുക്കി ജില്ലാ അതിർത്തിയിലുമുണ്ട്, ഒരു മിനി ഗ്യാപ് റോഡ്. ദേശീയപാത 183-ൽ ഇടുക്കി ജില്ലയിലെ 35-ാം മൈലിൽ നിന്ന് ബോയ്സ് എസ്റ്റേറ്റ്, കൊക്കയാർ, കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ, കാവാലി വഴി ചോലത്തടം റോഡ്. നിർദ്ദിഷ്ട മലയോര ഹൈവേയുടെ ഭാഗമാണ് ഈ റോഡ്. BMBC നിലവാരത്തിൽ ടാർ ചെയ്തതോടെയാണ് റോഡിൻ്റെ ഭംഗിയേറിയത്. 35-ാം മൈലിൽ നിന്ന് പ്രവേശിക്കുമ്പോൾ തന്നെ കൈതത്തോട്ടങ്ങൾ നിറഞ്ഞ ഭാഗത്തേക്ക് റോഡെത്തും. കൈതകൾക്ക് ഇടയിലൂടെ വളഞ്ഞുപുളഞ്ഞ് റബ്ബർ തോട്ടത്തിൻ്റെ നേരിയ ഇരുട്ടിലേക്ക് റോഡ് പ്രവേശിക്കും. മേലോരം, പെരുവന്താനം, വെമ്പിളിയിലെ വെള്ളച്ചാട്ടങ്ങൾ, ഉറുമ്പിക്കര തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ഈ റോഡിൽ നിന്ന് തിരിഞ്ഞു പോകാം. ഒട്ടേറെ കാഴ്ചകൾ ഈ സ്ഥലങ്ങളിലുമുണ്ട്. തേക്കടി നെടുമ്പാശ്ശേരി റോഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ കൂട്ടിക്കൽ നിന്നുള്ള പാർട്ടിയുടെ നേതാവ് KJ തോമസും അതുപോലെ തന്നെ അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിൻ്റെയും കാലഘട്ടത്തിൽ പണി ആരംഭിച്ചതാണ്. കോടിക്കണക്കിന് രൂപ മുടക്കി നമ്മുടെ മൂന്നാർ പോലെ മനോഹരമായൊരു റോഡും സഞ്ചാരികൾക്ക് ഏറ്റവും പ്രയോജനകരമായ റോഡാണ് തേക്കടിയിൽ നിന്ന് ആരംഭിച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ട് വരെയുള്ള ചില റോഡുകൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പുതിയതായി നിർമ്മിച്ചിരിക്കുന്ന റോഡ്. നാഷണൽ ഹൈവേ 35-ാം മൈലിൽ വന്നിട്ട് അവിടുന്ന് ബോയ്സ് എസ്റ്റേറ്റിലൂടെ തിരിഞ്ഞ് കൂട്ടിക്ക് ചെന്ന് കൂട്ടിക്ക് കാവാരി കയറി അത് തൊടുപുഴയിലെത്തുകയാണ്. ഇതിൻ്റെ ഏറ്റവും അവസാന ഭാഗമാണ് ബോയ്സ് എസ്റ്റേറ്റ് വഴിയുള്ള റോഡ് നവീകരിച്ചത്. നമ്മുടെ ഈ മുണ്ടക്കയം പ്രദേശത്തിനടുത്ത് ഇത്രയും മനോഹരമായ റോഡുകൾ വേറെയില്ല. ആ റോഡ് നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലങ്ങൾ സൗജന്യമായി വിട്ടു നൽകിയ ബോയ്സ് എസ്റ്റേറ്റ് മാനേജ്മെൻറ്റിനോടും കോഴിക്കോട് ആസ്ഥാനമായ പാരീസൺ കമ്പനിയോടും
ഈ നാട്ടിലെ ജനങ്ങളോടുമെല്ലാമുള്ള ആത്മാർത്ഥതയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ റോഡിലൂടെ വൈകുന്നേരങ്ങളിൽ നിരവധി വണ്ടികൾ വരുന്നുണ്ട്. ഏറ്റവും മനോഹരമായ നല്ല റോഡാണ്. ആ റോഡിൻ്റെ ഇരുവശവും കൈതകൃഷിയുമൊക്കെ ആയിട്ട് കമ്പനി നടത്തുന്നുണ്ട്. ഏറ്റവും അത്യാധുനിക റോഡ് സംസ്ഥാന ഗവൺമെൻറ് നിർമ്മിച്ചതിലൊരു പ്രധാനപ്പെട്ട റോഡായിട്ട് ഇന്ന് ഈ നെടുമ്പാശ്ശേരി തേക്കടി റോഡിൻ്റെ ഈ ഉപഭാഗം മാറിയിട്ടുണ്ട്. കൂട്ടിക്കലിൽ നിന്ന് കാവാലി വഴി ചോലത്തടത്തേക്കുള്ള റോഡിൽ കാവാലി വ്യൂ പോയിന്റ് അടക്കം കാഴ്ചകൾ നിരവധി. ഹെയർപിൻ വളവുകളും എസ് വളവുകളും നിറഞ്ഞ റോഡ്. മഴക്കാലത്ത് റോഡിന് സമീപം നിറയെ വെള്ളച്ചാട്ടങ്ങളും കാണാം. ചോലത്തടത്തു നിന്നും പൂഞ്ഞാർ റോഡിൽ പാതാമ്പുഴ വരെ കുത്തനെയുള്ള ഇറക്കവും എസ് വളവുകളുമാണ്. 35-ാം മൈലിൽ നിന്ന് ചോലത്തടം, പാതാമ്പുഴ, പൂഞ്ഞാർ, ഈരാറ്റുപേട്ട, തൊടുപുഴ വഴി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്യാം. കുട്ടിക്കാനം ഭാഗത്തു നിന്ന് ഈരാറ്റുപേട്ട പാലാ ഭാഗത്തേക്കും വേഗത്തിൽ എത്താവുന്ന വഴിയാണ്. മലയോര പാതയായതിനാൽ മഴക്കാല യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. കയറ്റവും ഇറക്കവും നിറഞ്ഞ റോഡിൽ അമിത വേഗവും അപകടകരമാണ്. കയറ്റം കയറുന്ന അതേ ഗിയറിൽ തന്നെ ഇറക്കവും ഇറങ്ങണം. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം. മരണമടഞ്ഞ ചേട്ടനെ കാണാനെത്തിയ അനുജനും മരിച്ചു. പയസ്മൗണ്ട് പാറപ്ലാക്കൽ പോത്തൻ കുര്യാക്കോസ് 10 വൈകിട്ട് 4-നും സഹോദരൻ PP മൈക്കിൾ 12 വൈകിട്ട് 4-നുമാണ് മരിച്ചത്. കുര്യാച്ചന്റെ മൃതദേഹം കാണാനായി ഇന്നലെ വൈകിട്ട് വീട്ടിലേക്ക് വരും വഴി അസ്വസ്ഥത തോന്നിയ മൈക്കിളിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കുര്യാച്ചന്റെ സംസ്കാരം പയസ്മൗണ്ട് സെന്റ് പയസ് 10th പള്ളിയിൽ നടന്നു. മൈക്കിളിന്റെ സംസ്കാരം നാളെ രാവിലെ 9:30-ന് വസതിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം പയസ്മൗണ്ട് സെന്റ് പയസ് 10th പള്ളിയിൽ നടക്കും. മല്ലപ്പള്ളി CMS ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ക്ലോറിസ് ജൈവ പച്ചക്കറി കൃഷിയുടെ സീസൺ 2 ആരംഭിച്ചു. മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യമോൾ കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം സ്കൂളിൽ നടത്തിയ പച്ചക്കറി കൃഷിയിൽ ലഭിച്ച വൻ വിളവിന്റെ ആവേശത്തിലാണ് കുട്ടികൾ ഇത്തവണയും കൃഷി ആരംഭിച്ചത്. NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സൗഹൃദ ക്ലബ് തുടങ്ങിയ സംഘടനകളിൽ അംഗങ്ങളായ കുട്ടികളുടെ നേതൃത്വത്തിലാണ് കൃഷി. പയർ, വെണ്ട, വഴുതന, തക്കാളി, പച്ചമുളക് എന്നിവയുടെ തൈകളാണ് 2ാം ഘട്ട കൃഷിയിൽ നട്ടത്. കൃഷിയുടെ ഉദ്ഘാടനം മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാമോൾ നിർവഹിച്ചു. കുട്ടികളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നതുകൊണ്ടും രാസവളമില്ലാത്ത നമുക്ക് പച്ചക്കറി നമ്മുടെ സ്കൂളിലെ ആവശ്യത്തിനും സമൂഹത്തിനും വേണ്ടി എടുക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടുമാണ് നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പലിൻ്റെ കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഈ പച്ചക്കറി കൃഷിയുടെ വീണ്ടും നടത്തുന്നത്. അത് കുട്ടികൾക്കും ഇതൊരു പുതിയ കൃഷിയിലേക്കുള്ള പ്രോത്സാഹനമാണ്. പ്രിൻസിപ്പൽ ബാബു മാത്യു അധ്യക്ഷനായിരുന്നു. കൃഷി ഓഫീസർ പ്രീജ പ്രേം പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. ഹരിത കേരള മിഷൻ മല്ലപ്പള്ളി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ S. പാർത്ഥൻ, സീനിയർ അസിസ്റ്റന്റ് നാൻസി രാജൻ, ഗൈഡ്സ് ക്യാപ്റ്റൻ അശ്വതി അലക്സ്, NSS കോർഡിനേറ്റർ ഷീന എലിസബത്ത്, സൗഹൃദ ക്ലബ് കൺവീനർ മഞ്ജു തോമസ്, സീഡ് കോർഡിനേറ്റർ അനു എൽസ എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. സർക്കാർ ജീവനക്കാരുടെയും സർവീസ് പെൻഷൻകാരുടെയും 12ാം ശമ്പള പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മല്ലപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സർവീസ് പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, ശമ്പള പരിഷ്കരണ കമ്മീഷൻ, പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ ഉടൻ പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി മല്ലപ്പള്ളി സബ് ട്രഷറിക്ക് മുൻപിൽ നടത്തിയ ധർണ മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ ഉദ്ഘാടനം ചെയ്തു. പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് VS ശശിധരൻ നായർ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് സെക്രട്ടറി രാജശേഖരക്കുറുപ്പ് CK, ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് തോമസ്, PK ശിവൻകുട്ടി, KI മത്തായി, ചന്ദ്രശേഖരൻ നായർ, IM ലക്ഷ്മിയമ്മ, വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. പോരാട്ടങ്ങളുടെ മധ്യത്തിൽ എന്താണ് ആവശ്യപ്പെട്ടത്? നമുക്ക് സമാശ്വാസം കിട്ടണം, നമുക്ക് DA സമയത്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് തരണം. ഏതാ നമ്മള് ഈ ഭൂമിയിൽ നിന്നും മറവ് ചെയ്ത് കിട്ടിയിടാനുള്ളതല്ല, നമുക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ, പ്രത്യേകിച്ച് ഒരു 56, 57, 60 കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് എങ്ങോട്ടാ പോകുന്ന രോഗത്തിന്റെ പിടിയിലേക്ക് അമരുകയാണ്. ലഭ്യമാകുന്നതായ
നമ്മുടെ ഈ പൈസ കൊണ്ട് നമ്മുടേതായ ചികിത്സ പോലും നടക്കുവാൻ വയ്യാത്ത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അന്നത്തേക്കുള്ള കാര്യങ്ങൾ നടക്കുവാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് അതിന് കലാകാലങ്ങളുള്ളതായ പരിഷ്കരണം മൂലം ഞങ്ങളെ സഹായിക്കണമെന്ന് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ലഭ്യമാകണം. അതിന്റെ പോരാട്ടത്തിന്റെ നടുവിൽ അത് ഏത് സർക്കാർ വന്നാലും നാം പറഞ്ഞ ഒരു രക്ഷ പറയാം, നമ്മൾ ഈ സർക്കാരിന് പിന്തുണയ്ക്കുന്ന സംഘടന നിലയല്ല, മറ്റു സർക്കാർ വരട്ടെ. നമ്മൾ ചോദിക്കണം, സ്വന്തം അപ്പനോട് മക്കൾക്ക് എന്നും ചോദിക്കാൻ അവകാശമുണ്ട്. പോലീസ് പാട്ടുകാരന്റെ ഗാനം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. തങ്കമണി പോലീസ് സ്റ്റേഷനിലെ ബിനേഷ് KP ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. തങ്കമണി പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടന വേദിയിൽ യൂണിഫോമിലാണ് ബിനേഷ് KP ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിലെ ഗാനം നിറഞ്ഞ സദസ്സിന് മുൻപിൽ ആലപിച്ചത്. സമയമിതപൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം എന്ന ഗാനം ആലപിച്ചാണ് തങ്കമണി പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ഡ്രൈവറായ ബിനേഷ് KP ശ്രദ്ധേയനായത്. തങ്കമണി ബസ് സ്റ്റാൻഡ് മൈതാനിൽ നടന്ന പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് 10 മിനിറ്റ് അവശേഷിക്കെ കാത്തിരുന്ന സദസ്സിൻ്റെ അലസത അകറ്റുവാനാണ് ബിനേഷ് മൈക്ക് കയ്യിലെടുത്തത്. സ്റ്റേജിൽ പോലും കയറാതെ താഴത്തു നിന്നും പാടിയത് മാധ്യമപ്രവർത്തകൻ ബിജു വൈശ്യംപറമ്പൻ ചിത്രീകരിച്ച് തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതോടുകൂടിയാണ് ബിനേഷ് വൈറലായത്. പോസ്റ്റ് മിനിറ്റുകൾക്കകം ആയിരങ്ങൾ കാണുകയും ചെയ്തു. ഇതാകട്ടെ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ തൻ്റെ ഔദ്യോഗിക പേജിൽ ഷെയർ ചെയ്യുകയും ചെയ്തു. ഇന്ന് പ്രൊഫഷണൽ ചാനലുകളും സോഷ്യൽ മീഡിയയും ഈ കലാകാരൻ്റെ പ്രകടനം ഏറ്റെടുത്തിരിക്കുകയാണ്. ദൃശ്യ ന്യൂസ്, ഇടുക്കി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തുക മുടക്കിയുള്ള പോലീസ് സ്റ്റേഷൻ ചങ്ങനാശ്ശേരിയിൽ നിർമ്മിക്കുന്നു. 3.5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. പോലീസ് സ്റ്റേഷനുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി മികച്ച തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സർക്കാർ പ്രത്യേക ശ്രദ്ധയാണ് പുലർത്തുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചങ്ങനാശ്ശേരിയിൽ പോലീസ് സ്റ്റേഷനായി 1113 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള 2 നില കെട്ടിടമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ കെട്ടിടത്തിന് താഴത്തെ നിലയുടെ വിസ്തീർണം 462 ചതുരശ്ര മീറ്ററാണ്. താഴത്തെ നിലയിൽ കാത്തിരിപ്പ് കേന്ദ്രം, ഓഫീസ് മുറികൾ, റെക്കോർഡ് റൂം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ട്രാൻസ്ജെൻഡർമാർക്കും പ്രത്യേകം ലോക്കപ്പുകൾ, ശൗചാലയങ്ങൾ, യൂണിഫോം മാറ്റുന്നതിനുള്ള മുറികൾ തുടങ്ങിയവ ഉണ്ടാകും. കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയുടെ വിസ്തീർണം 524 ചതുരശ്ര മീറ്ററാണ്. മുകളിലത്തെ നിലയിൽ സമ്മേളന ഹാൾ, തൊണ്ടിമുതൽ മുറി, CPO വിശ്രമമുറി, ASI, GSI ഇവർക്കായുള്ള മുറികൾ, അടുക്കള, സ്റ്റോർ മുറി, ഭക്ഷണശാല, ശൗചാലയ സമുച്ചയം എന്നിവയുണ്ട്. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് 3.5 കോടി രൂപ മുടക്കിയ ഒരു പോലീസ് സ്റ്റേഷനായി കെട്ടിടം പണിയുന്നത്. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. പോലീസ് സ്റ്റേഷനുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി മികച്ച തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സർക്കാർ പ്രത്യേക ശ്രദ്ധയാണ് പുലർത്തുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കുറ്റാന്വേഷണത്തിലും ക്രമസമാധാന പാലനത്തിലും കേരള പോലീസ് ഏറെ മുന്നിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തുന്നവർക്ക് നല്ല അനുഭവങ്ങളാണ് പൊതുവെയുള്ളത്. അവിടെ ഇരിക്കാൻ സംവിധാനങ്ങളുണ്ട്, സഹായിക്കാൻ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, സ്ത്രീകള്, കുട്ടികള്, ഭിന്നശേഷിക്കാർ ഇവർക്കെല്ലാം പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കിയാൽ വിവിധ ആവശ്യങ്ങൾക്കായി പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്നവർക്കും
ഉദ്യോഗസ്ഥർക്കും ഉപയോഗപ്രദമാകുന്ന സൗകര്യങ്ങൾ ഉപയോഗപ്രദമാകുന്ന തരത്തിൽ ഉൾപ്പെടുത്തി രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് പുതുതായി നിർമ്മിക്കുന്ന എല്ലാ കെട്ടിടങ്ങളും. ചങ്ങനാശ്ശേരി അരിക്കത്തിൽ കൺവെൻഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA മുഖ്യപ്രഭാഷണം നടത്തി. കൊടിക്കുന്നിൽ സുരേഷ് MP ഓൺലൈനായി ചടങ്ങിൽ പങ്കെടുത്തു. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം ചീഫ് എഞ്ചിനീയർ ദീപു N റിപ്പോർട്ട് അവതരിപ്പിച്ചു. എറണാകുളം റേഞ്ച് DIG സതീഷ് ബിനോ, കോട്ടയം അഡീഷണൽ SP AK വിശ്വനാഥൻ, ചങ്ങനാശ്ശേരി DYSP KP ടോംസൺ, ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ, വാർഡ് കൗൺസിലർ ബെന്നി ജോസഫ്, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സലീം കുമാർ KC, കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അനൂപ് അപ്പുക്കുട്ടൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. കാഞ്ഞിരപ്പള്ളി പഴയ പള്ളിയിൽ 8 നോമ്പാചരണത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 8 വരെ തീയതികളിലാണ് 8 നോമ്പാചരണം. ചരിത്ര പ്രാധാന്യമുള്ള പഴയ പള്ളി പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പേരിലുള്ള തീർത്ഥാടന കേന്ദ്രമാണ്. സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞിരപ്പള്ളി പഴയ പള്ളിയിൽ 8 നോമ്പാചരണവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളും ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 8 വരെ നടക്കും. ഓഗസ്റ്റ് 31 തീയതി വൈകുന്നേരം 6-ന് കൊടിയേറും. തുടർന്ന് സെപ്റ്റംബർ 1 മുതൽ 8 വരെ തീയതികളിൽ രാവിലെ 5-നും 6:30-നും 10:15-നും 10-നും 12-നും ഉച്ചകഴിഞ്ഞ് 2-നും 4:30-നും വൈകുന്നേരം 7-നും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി, മാർ ജോസ് പുളിക്കൽ, മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ, മാർ മാത്യു അറക്കൽ എന്നിവർ തിരുനാൾ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച സന്ദേശം നൽകും. തിരുനാൾ ദിവസങ്ങളിൽ ജപമാല, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടക്കും. തിരുനാൾ ദിവസങ്ങളിൽ പഴയ പള്ളിയിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് നേർച്ചക്കാഴ്ചകൾ സമർപ്പിക്കുന്നതിനും സമർപ്പണം, കുംഭസാരം, നേർച്ചക്കഞ്ഞി വിതരണം, തിരുകർമ്മങ്ങളിൽ സംബന്ധിക്കുന്നതും വേണ്ട വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 5000 പേർക്ക് ഇരിക്കാവുന്ന പന്തൽ സൗകര്യങ്ങളാണ് ഒരുക്കിയത്. ഈ വർഷം തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നത് മാതാക്കളാണ്. തിരുനാൾ പ്രസിദ്ധേന്തിമാരാകാൻ ആഗ്രഹിക്കുന്ന മാതാക്കൾക്ക് കത്തീഡ്രൽ പള്ളിയുടെ ഓഫീസിൽ തുക അടയ്ക്കാവുന്നതാണ്. ഫാദർ കുര്യൻ താമരശ്ശേരി, ഫാദർ ജോസഫ് ആലപ്പാട്ടുകുന്നേൽ, ഫാദർ ടോണി മുളങ്ങാശ്ശേരിയിൽ, കൈക്കാരന്മാരായ KC ഡൊമിനിക് കരിപ്പാപ്പറമ്പിൽ, എബ്രഹാം K. അലക്സ് കൊല്ലംകുളം, PK കുരുവിള പിണമുറുകിൽ, TC ചാക്കോ വാവാലുമാക്കൽ, തിരുനാൾ കൺവീനർ മാത്തച്ചൻ മാളിയേക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.